നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രേയ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഗംഗ രക്ഷിച്ചതുകൊണ്ട് അവളോടുള്ള ദേഷ്യമൊക്കെ ശ്രേയക്ക് നഷ്ടപ്പെട്ടെന്നാ ഞാൻ കരുതിയത്. എന്റെ ജീവിതം ഇല്ലാതാക്കി എന്റെ സ്വപ്നങ്ങൾ നശിപ്പിച്ച ഗംഗയോട് എന്റെ മരണത്തിനപ്പുറം പോലും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. ഗൗരി പ്രേതമായിട്ട് അലയും പോലെ ഞാൻ പ്രേതമായി മാറിയിരുന്നെങ്കിൽ ഗംഗയുടെ രക്തം വലിച്ചു കുടിക്കുന്ന രക്തരക്ഷസായനെ ഞാൻ. അവള് ആ ഗംഗ ജീവൻ പണയം വെച്ച് ആ കുളക്കരയിൽ എത്തിയത് നമ്മൾ ബന്ധിച്ച ഗൗരിയുടെ ആത്മാവിനെ രക്ഷിക്കാനായിരുന്നു. അതവൾക്ക് സാധിച്ചു. ഇനി ഗൗരിയുടെ എല്ലാ സഹായവും ഗംഗയ്ക്ക് കിട്ടും. അവരെ ഇനി ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. പ്രേതത്തിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കാൻ സാധിക്കുമല്ലോ. ഗംഗയ്ക്ക് കാവലിരിക്കാൻ എപ്പോഴും ഗൗരിക്കാവില്ല. ഗംഗയെ ഇല്ലാതാക്കാനുള്ള സന്ദർഭങ്ങൾ നമുക്ക് കിട്ടും. ആ അവസരം ഉപയോഗിക്കണം. ഗംഗയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഗൗരി രക്ഷിക്കും. ഗൗരിയെ ബന്ധിക്കാൻ ശ്രമിച്ച ഗംഗ രക്ഷിക്കും. ഇനി ആ പരിപാടിയൊന്നും നടക്കരുത്. ഗംഗയും ഗൗരിയും ഒന്നിച്ചില്ലാതാവണം. ഓരോ പ്രാവശ്യവും രക്ഷപ്പെടുമ്പോഴും ഗൗരിക്ക് ശക്തി കൂടി കൂടി വരുവാണെന്ന് മന്ത്രവാദിനിയും ഗുരുവമ്മയും എല്ലാം നമ്മളോട് പറഞ്ഞതാ. അതുകൊണ്ട് നേരിട്ടൊരു എതിർപ്പൊന്നും ഗൗരിയുടെ അടുത്ത് നടക്കില്ല. അവളുടെ ആത്മാവിന് അത്ര ഈസിയായിട്ട് നശിപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം ഗംഗയെ തീർക്കാൻ ശ്രമിക്കുന്നതാ ബുദ്ധി. അതിനി രാഹുൽ തന്നെ വിചാരിക്കണം. ഞാനോ? അതെ, ഗംഗയെ ഇല്ലാതാക്കാൻ വേണ്ട കാര്യങ്ങള് രാഹുൽ ചെയ്യണം. അതും എത്രയും പെട്ടെന്ന് തന്നെ. നമ്മളെ പല തവണ ശ്രമിച്ച് പരാജയപ്പെട്ടതല്ലേ. അവളെ ആ ഫ്രീസർ റൂമിൽ കയറ്റിയപ്പോഴെങ്കിലും കുഴപ്പമുണ്ടാവില്ലെന്ന് കരുതി. അതോടെ അവള് തീരൂന്ന് ഉറപ്പിച്ചതാ. പക്ഷെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ആർക്കും ഇനി അവളെ രക്ഷപ്പെടുത്താൻ നമ്മൾ അവസരം കൊടുക്കരുത്. അന്ന് ആ ഫ്രീസറിൽ വെച്ച് അവളെ തനിയെ മരിക്കാൻ വിടാതെ അതിനകത്ത് വെച്ച് ആ ഗുണ്ടകൾ അവളെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ പുതിയ പ്ലാനിങ് ഉണ്ടാക്കേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു. കഴിഞ്ഞു പോയതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇനി കാര്യമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നോക്കാനൊന്നും ഇല്ല ആന്റി. ആ ഗംഗയെ തീർക്കണം. ആർക്കും അവളെ രക്ഷിക്കാൻ പറ്റാത്ത വിധം ഒറ്റയടിക്ക് ഇല്ലാതാക്കണം. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യണം രാഹുൽ. ഞാനത് ചെയ്യാം. ഞാനത് ഏറ്റു. ഇനി അവൾ രക്ഷപ്പെടില്ല. ഇത്തവണ ഗംഗ എന്നേക്കുമായി അവസാനിക്കും. അതുറപ്പാ. രാവിലെ ഈ ഒരുങ്ങിക്കെട്ടി നീ എങ്ങോട്ട് പോവുക? ഗംഗേച്ചിയുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ. ഗംഗേച്ചി 3 ദിവസത്തെ പൂജയിലായിരുന്നു. പൂജ ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഭഗവാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞു. ആ, പോയിട്ട് വാ. അല്ല, രാഹുലേട്ടൻ വരുന്നോ? ഇല്ല, നിന്റെ കൂടെ ഞാൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഈ ജന്മം നിനക്ക് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.